കേരളത്തിലെ തൃശൂർ ജില്ലയിലെ ഒരു പട്ടണമായ ചേലക്കര ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ്. വാഴക്കോടിനെയും ആലത്തൂരിനെയും ബന്ധിപ്പിക്കുന്ന സംസ്ഥാനപാത 74-ലാണ് ചേലക്കരയുടെ സ്ഥാനം. ജില്ലാ ആസ്ഥാനമായ തൃശൂർ ടൗണിൽ നിന്ന് ഏകദേശം 32 കിലോമീറ്റർ വടക്കുകിഴക്കുമാറിയും വടക്കാഞ്ചേരിയിൽ നിന്ന് 16 കിലോമീറ്റർ അകലെയുമാണ് ഈ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. ജില്ലാ അതിർത്തിയോട് ചേർന്നായതിനാൽ ചേലക്കരയിൽ നിന്ന് പാലക്കാട് ടൗണിലേക്ക് 50 കിലോമീറ്റർ ദൂരം മാത്രമേയുള്ളൂ. പാതയോരങ്ങളിൽ വളരെയധികം ചേലമരങ്ങൾ കാണപ്പെടുന്ന കര അഥവാ നാട് എന്ന അർത്ഥത്തിലാണ് ചേലക്കര എന്ന പേര് വന്നതെന്ന് ഒരു അഭിപ്രായം നിലവിലുണ്ട്. ഫ്രാൻസിസ് ഡേയുടെ വിവരണങ്ങളിൽ ഇവിടം കൊച്ചി രാജ്യത്തിൻ്റെ ഒരു താലൂക്കായിരുന്നു. ചേലക്കര കൊച്ചി രാജ്യത്തിൻ്റെ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുകയും പൊന്നാനിപ്പുഴ അതിനെ മലബാറിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തിരുന്നു. ഡിലേനോയുടെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ സൈന്യം 1762-ലെ തിരുവിതാംകൂർ കൊച്ചി ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ സാമൂതിരിയുമായി നടത്തിയ യുദ്ധത്തിന് അന്ത്യം കുറിച്ചത് ചേലക്കരയിലാണ്. വാർഡും കോണറും ചേലക്കര സന്ദർശിക്കുന്ന കാലത്തു ഇവിടം കൊച്ചിയുടെ ജില്ലാ തലസ്ഥാനമായിരുന്നു. വ്യാപകമായ കാർഷിക മേഖല ഈ സ്ഥലത്തെ സമ്പന്നമാക്കിയിരുന്നുവെന്ന് അദ്ദേഹം എഴുതിവച്ചിട്ടുണ്ട്. കേരളത്തിലെ പുരാതനവും പ്രസിദ്ധവുമായ അന്തിമഹാകാളൻ കാവ് ചേലക്കരയിലാണ്. ഇത് ഒരു ശിവക്ഷേത്രമാണെങ്കിലും ദ്രാവിഡ സംജ്ഞയായ കാവ് പഴയ കാലത്തെ ദ്രാവിഡ ബന്ധം ഓർമ്മപ്പെടുത്തുന്നു. പൂതംകോട്ടുകുളത്തിലെ പൂതം ബൗദ്ധരെ ഉദ്ദേശിച്ചുള്ളതാണ്. നാടുവാഴിയായ നമ്പിടി വീട്ടുകാർ അന്തിമഹാകാളനെ സ്വാഗതം ചെയ്തതിൻ്റെ സൂചന അവർ മാനസാന്തരപ്പെട്ടു തങ്ങൾ വിശ്വസിച്ചിരുന്ന ബുദ്ധമതമുപേക്ഷിച്ച് ശൈവമതം സ്വീകരിച്ചതാവണം എന്ന് ചരിത്രകാരന്മാർ കരുതുന്നു. ചരിത്രാതീത കാലത്തെ ദക്ഷിണേന്ത്യയിലെ ദ്രാവിഡർ ഒരു തരം ശൈവമതത്തിൽ വിശ്വസിച്ചവരാകാം എന്ന അഭിപ്രായം ഉള്ളവരുമുണ്ട്. ആത്മീയ പ്രാധാന്യത്തിനും ചരിത്ര പൈതൃകത്തിനും പേരുകേട്ട ആരാധനാലയമാണ് ചേലക്കര സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി. പരമ്പരാഗത കേരള ശൈലിയിലുള്ള വാസ്തുവിദ്യയുമായി ചേർന്നുള്ള ശാന്തമായ അന്തരീക്ഷം പ്രാർത്ഥനയ്ക്കും പ്രതിഫലനത്തിനുമുള്ള സമാധാനപരമായ ഇടം സൃഷ്ടിക്കുന്നു. സമൂഹത്തെ ഒന്നിപ്പിക്കുന്ന ഊർജ്ജസ്വലമായ ഘോഷയാത്രകളും സാംസ്കാരിക പരിപാടികളും കൊണ്ട് അടയാളപ്പെടുത്തുന്ന പെരുന്നാൾ ഇവിടെ സജീവമായി ആഘോഷിക്കപ്പെടാറുണ്ട്. ചേലക്കരയുടെ ആത്മീയതയുടെയും ഐക്യത്തിൻ്റെയും വിളക്കായി പ്രവർത്തിക്കുന്ന സെന്റ് ജോർജ് പള്ളി മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സമ്പന്നമായ പൈതൃകം ഉൾക്കൊള്ളുന്നു. ചേലക്കരയുടെ സമ്പദ്വ്യവസ്ഥയിലും ജീവിതരീതിയിലും കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. സുഗന്ധവ്യഞ്ജനങ്ങൾ, അരി, തേങ്ങ, അടക്ക എന്നിവയുടെ കൃഷിക്ക് പേരുകേട്ട നഗരം കേരളത്തിൻ്റെ കാർഷിക പൈതൃകത്തിന് സംഭാവന നൽകുന്നു. പച്ചപ്പ് നിറഞ്ഞ ഫാമുകളും തോട്ടങ്ങളും പ്രാദേശിക സമ്പദ്വ്യവസ്ഥയെ നിലനിർത്തുക മാത്രമല്ല നഗരത്തിൻ്റെ സൗന്ദര്യാത്മക ആകർഷണവും വർദ്ധിപ്പിച്ചു. അതുപോലെ ആധുനിക റീട്ടെയിൽ ഔട്ട്ലെറ്റുകളും ഇവിടെ സുലഭമാണ്. പ്രതിവാര വിപണികളും ചന്തകളും പുതിയ ഉൽപ്പന്നങ്ങൾ, പച്ചക്കറികൾ, മത്സ്യം, മാംസം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. സൂപ്പർ മാർക്കറ്റുകളും ബ്രാൻഡ് സ്റ്റോറുകളും സമകാലിക ഷോപ്പിംഗ് ഓപ്ഷനുകൾ നൽകുന്നുണ്ട്. ശുദ്ധമായ കുടിവെള്ളം, വൈദ്യുതി, ശുചീകരണ സേവനങ്ങൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ മികച്ച രീതിയിൽ ഇവിടെയുള്ള ജനങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പോസ്റ്റ് ഓഫീസുകൾ, കൊറിയർ സേവനങ്ങൾ, ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ എന്നിവ ആശയവിനിമയ ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകരമാണ്. ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഗണ്യമായി മെച്ചപ്പെട്ടത് വിദ്യാർത്ഥികളെയും പ്രൊഫഷണലുകളെയും ബിസിനസ്സുകാരെയും ഒരുപോലെ പിന്തുണയ്ക്കുന്നു. ചേലക്കര ഗ്രാമത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു എയ്ഡഡ് വിദ്യാലയമാണ് ലിറ്റിൽ ഫ്ലവർ ഗേൾസ് ഹൈസ്കൂൾ. കോൺവെന്റ് സ്കൂൾ എന്ന പേരിലാണ് പൊതുവെ അറിയപ്പെടുന്നത്. വൈദികൻ ഫാദർ ആന്റണി തച്ചുപറമ്പിലിൻ്റെ നേതൃത്വത്തിൽ ഹോളി ഫാമിലി സിസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റിൽ പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം ചേലക്കരയുടെ അഭിമാനമാണ്. 3 ഏക്കർ ഭൂമിയിലാണ് ഈ പ്രശസ്ത വിദ്യാലയം സ്ഥിതി ചെയ്യുന്നത്. ഹൈസ്കൂൾ, UP സെക്ഷൻ എന്നിവയ്ക്ക് 3 കെട്ടിടങ്ങളിലായി 44 ക്ലാസ് മുറികളുണ്ട്. വിദ്യാലയത്തിനു മുൻവശത്ത് തണൽ മരങ്ങളോടുകൂടിയ അതിവിശാലമായ ഒരു കളിസ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. ചേലക്കരയിലെ ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങളും നന്നായി വികസിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. പ്രൈമറി ഹെൽത്ത് കെയർ സെൻ്ററുകൾ അടിസ്ഥാന വൈദ്യസഹായം ഉറപ്പാക്കുന്നു. അതേസമയം സ്വകാര്യ ആശുപത്രികൾ ആധുനിക ചികിത്സകളുടെ ആവശ്യകതയെ പിന്തുണച്ചിട്ടുണ്ട്. ജീവോദയ മിഷൻ എന്ന ഹോസ്പിറ്റലിനെയാണ് ഇവിടെയുള്ളവർ കൂടുതലായി ആശ്രയിക്കുന്നത്.
തൃശൂർ, പാലക്കാട്, ഗുരുവായൂർ, വടക്കാഞ്ചേരി തുടങ്ങിയ പ്രധാന നഗരങ്ങളിലേക്ക് റോഡ് മാർഗം ചേലക്കര നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. KSRTC ബസ്സുകളും സ്വകാര്യ വാഹനങ്ങളും എപ്പോഴും സർവീസ് നടത്തുന്നതിനാൽ തടസ്സമില്ലാത്ത യാത്ര ഉറപ്പാക്കുന്നു. പ്രാദേശിക യാത്രകൾക്ക് ഓട്ടോറിക്ഷകളും ടാക്സികളും എളുപ്പത്തിൽ ലഭ്യമാണ്. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനായ വടക്കാഞ്ചേരി ദീർഘദൂര യാത്രയ്ക്കുള്ള കണക്ടിവിറ്റി വർദ്ധിപ്പിക്കുന്നു. കുന്നുകൾ, പച്ചപ്പ് നിറഞ്ഞ നെൽവയലുകൾ, വളഞ്ഞൊഴുകുന്ന നദികൾ എന്നിവയാൽ ചുറ്റപ്പെട്ട ഈ നഗരം പ്രകൃതിസ്നേഹികളുടെ ആസ്വാദന കേന്ദ്രമാണ്. ഇവിടുത്തെ ശാന്തമായ അന്തരീക്ഷം നഗരജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്നും പൂർണ്ണമായി രക്ഷപ്പെടലാണ്. 20 കിലോമീറ്റർ അകലെയുള്ള പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ വാഴാനി അണക്കെട്ട് ഉല്ലാസയാത്രയ്ക്കും അതിമനോഹരമായ കാഴ്ചകൾക്കും അവസരങ്ങൾ നൽകുന്നു. പാരമ്പര്യത്തെയും ആധുനികതയെയും സന്തുലിതമാക്കി അഭിവൃദ്ധി പ്രാപിക്കുന്ന പട്ടണമാണ് ചേലക്കര. ഇതിൻ്റെ സമഗ്രമായ സൗകര്യങ്ങളും ഊഷ്മളമായ കമ്മ്യൂണിറ്റി അന്തരീക്ഷവും താമസക്കാർക്കും സന്ദർശകർക്കും ഒരുപോലെ സുഖകരവും ആകർഷകവുമായ സ്ഥലമാക്കി. ഇവിടുത്തെ സമ്പന്നമായ പാരമ്പര്യങ്ങളും ഉത്സവങ്ങളും കലാരൂപങ്ങളും നഗരത്തിൻ്റെ ആഴത്തിലുള്ള സാംസ്കാരിക വേരുകളെ പ്രതിഫലിപ്പിച്ചിട്ടുണ്ട്. അതേസമയം ഊഷ്മളമായ ആതിഥ്യമര്യാദയും ആധികാരികമായ പാചകരീതിയും സന്ദർശകരിൽ ശാശ്വതമായ മതിപ്പ് ഉണ്ടാക്കുന്നതായി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അഭിപ്രായം രേഖപ്പെടുത്തൂ.